മാളു ആ ഫോൺ കൊണ്ടു തന്ന സമയം എന്നോട് ഉറപ്പിച്ച് പറഞ്ഞതാ ആ കോളിൽ ഗംഗയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്. പക്ഷെ ഞാൻ സംസാരിച്ചപ്പോൾ വേറെ രീതിയിലാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സംസാരിച്ചത്. പിന്നെ ഞാൻ എങ്ങനെ നകുലിനെ ചോദ്യം ചെയ്യും? എടാ, നീ ടെൻഷൻ ആവാതെ നമുക്ക് അന്വേഷിക്കാം. ഏതായാലും വിവാഹത്തിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. പക്ഷേ അതോർത്ത് ക്ഷമിച്ചിരുന്നാൽ കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്നൊരു പേടി എനിക്കുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല ഇന്ദിര, ആ ഫോണിൽ ഫീഡ് ചെയ്തിരിക്കുന്നത് ബോംബെ ബോസ് എന്നാ. അതാ ഇപ്പൊ എന്റെ ടെൻഷൻ. ഇനി അവൻ ഈ വിവാഹത്തിന് തയ്യാറാകുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവൂ? നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ വേണം വിശ്വസിക്കാൻ. അത് തന്നെയാണല്ലോ മാള് കേട്ടെന്നും പറയുന്നത്. മാളുവിന് നകുലിനോട് ഒരു രീതിയിലും യോജിക്കാൻ സാധിക്കുന്നില്ല. ആദ്യമൊക്കെ ഞാൻ കരുതിയത് ഗംഗയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് ഗംഗയെ നഷ്ടപ്പെടുമെന്ന് കരുതിയാണ് അവൾ നകുലിനോട് അകൽച്ച കാണിക്കുന്നതെന്ന്. പക്ഷേ എന്റെ മാളു ഇപ്പൊ എന്നോട് ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ടല്ല അയാൾ ചീത്തയാണെന്ന് പറഞ്ഞതെന്ന്. അതിലെന്തൊക്കെയോ സത്യം ഉണ്ടെന്ന് തന്നെയാണ്. അതെ, എനിക്കും അങ്ങനെ നകുലിന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. ഏതായാലും നീ ടെൻഷൻ ആവണ്ട, നമ്മുടെ മുന്നിൽ സമയമുണ്ട്. തൽക്കാലം അവന് സംശയമൊന്നും കൊടുക്കാതെ നമുക്ക് അന്വേഷിക്കാം. അതാ നല്ലത്. അത് തന്നെയാ ഞാനും വിചാരിക്കുന്നത്. പക്ഷേ മുത്തശ്ശിക്ക് നകുലിനോട് വലിയ വിശ്വാസമാണ്. ഞാൻ നകുലിന് എന്തെങ്കിലും പറഞ്ഞാലും മാളുവിന് വേണ്ടി ഗംഗയെ ആ വീട്ടിൽ തടഞ്ഞു നിർത്താൻ ഞാൻ ശ്രമിക്കുകയാണെന്നേ മുത്തശ്ശി വിചാരിക്കൂ. അതുകൊണ്ടാണ് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്. എടാ, ഇതിനൊക്കെയുള്ള പരിഹാരം ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞല്ലേ. അപ്പം നിനക്കത് സാധിക്കില്ലായിരുന്നല്ലോ. നീ ഗംഗയെ വിവാഹം കഴിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നീ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇന്ദിര. അതിന്റെ കാര്യവും കാരണവും ഞാൻ പറഞ്ഞതാ. ഇപ്പൊ നമ്മുടെ പ്രശ്നം അതൊന്നും അല്ല, ആ നകുല. അതേക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അത് നമുക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞല്ലോ. നീ സമാധാനിക്കുക, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പെട്ടെന്ന് വേണം. ശരി ശരി. എന്താ മോൾക്ക് പറ്റിയേ? എന്തിനാ എപ്പോഴും ഇങ്ങനെ ഓരോന്നാലോചിച്ച് വിഷമിച്ചോണ്ടിരിക്കുന്നെ? എന്താ ഞാൻ പറയുന്ന വിശ്വസിക്കാത്തത്? ആര് പറഞ്ഞു ഗംഗ വിശ്വസിക്കുന്നില്ലാന്ന്? മോള് പറയുന്നത് എന്താ ഞാൻ വിശ്വസിക്കാത്തത്? ആ നകുലൊരു കള്ളനാ. ഞാൻ എത്ര വട്ടം പറഞ്ഞു, ഗംഗയത് വിശ്വസിച്ചില്ലല്ലോ. കണ്ടോ, ഇപ്പോഴും ഗംഗ തമാശയായിട്ട് എടുക്കുന്നേ. സത്യ ഗംഗ കേട്ടതാ. ഗംഗയെ കുറിച്ചാ ഫോണിൽ മറ്റാള് പറഞ്ഞത്. എന്നെ കുറിച്ചോ? അതെ, ഞാൻ മിണ്ടാതെ നിന്നപ്പോ ഗംഗയെ കുറിച്ച് പറഞ്ഞു. അപ്പോഴാ ഞാൻ ഓടിക്കൊണ്ടുവന്ന് ഫോൺ അച്ഛന്റെ കൊടുത്തത്. അപ്പോഴാ ആ ദുഷ്ടം വന്ന് അച്ഛൻ്റെ ഫോൺ വാങ്ങിച്ചത്. ഇതെങ്ങനെ എല്ലാരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. എന്താ ഇവിടെ ചേച്ചിയും മോളും കൂടെ ഒരു സംസാരം? ഞങ്ങൾ എന്ത് സംസാരിച്ചതും നിനക്കെന്താ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ മാളു, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? മാളുവിന് അറിയാവുന്നതല്ലേ, എന്റെ ഭാര്യയാകാൻ പോകുന്ന ആളാ തന്റെ ചേച്ചി. എന്റെ ചേച്ചിയല്ല, എന്റെ അമ്മയാ. അപ്പോ ഞാൻ നിന്റെ അച്ഛനായിരിക്കും അല്ലേ? നിങ്ങൾ എന്റെ ആരുമല്ല. നിങ്ങൾ കള്ളനാ, ഫ്രോഡാ, ശരിക്കും ഫ്രോഡ്. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, നോക്കിക്കോ. മോളെ വേണ്ട, എന്തൊക്കെ ഈ പറയുന്നേ? വേണ്ട എന്നെ, അവളെ തടയണ്ട. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്? സത്യം പറ, നിങ്ങൾ കള്ളനല്ലേ? ഗംഗയെ ഉപദ്രവിക്കാനല്ലേ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? മാളു വേണ്ട, ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. സാരമില്ല ഗംഗേ, എനിക്ക് വിഷമമൊന്നുമില്ല. മാള് കുഞ്ഞല്ലേ, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ
ക്ഷമിക്കേണ്ടത് നമ്മളല്ലേ? സോറി. മാളു അറിയാതെ എന്തൊക്കെയോ പറഞ്ഞതാ. ഒന്നും മനസ്സിൽ വെക്കരുത്. അല്ല, അറിഞ്ഞോണ്ട് തന്നെ പറഞ്ഞത്. ഇയാള് കള്ളനാ. എന്തിനാ വെറുതെ സോറിയൊക്കെ പറഞ്ഞത്? മോളുടെ മനസ്സിൽ എന്നെ കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ടാ ഇവൾ ഇങ്ങനെ പെരുമാറുന്നേ. അത് പിന്നെ ഞാനിവിടെ ആദ്യമായി വന്ന ദിവസം തന്നെ അങ്ങനെ ഒരു ധാരണയല്ലേ എല്ലാരും കൂടി ഇവളുടെ മനസ്സിൽ പകർത്തിയത്. അതിന് മോളെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാ? മഹിയും മറ്റുള്ളവരും ഉത്തരവാദികളാ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ഇല്ലാന്ന് തെളിഞ്ഞതാണല്ലോ. തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരിക്കലും ഒരു ലേബൽ വീണുപോയാൽ പിന്നെ എത്രമാത്രം നല്ലവനായാലും ആ പേര് മാറില്ല. ചെയ്യാത്ത തെറ്റിന്റെ പേരില് ഒരുപാട് വേദനകളും അപമാനങ്ങളും സഹിച്ചവനാ ഞാൻ. മാനസികമായി തളർന്ന് മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ച നാളുകളുണ്ട്. എല്ലാം അതിജീവിച്ച ഇന്ന് ഈ നിലയിലെത്തിയത്. വെറുതെ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇപ്പൊ ആർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഇയാൾ ആക്ട് ചെയ്യുവാ. എന്തിനാ വെറുതെ അതൊക്കെ സംസാരിക്കുന്നത്? മോളെ മാളു, നീ വെറുതെ അങ്കിളിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. പക്ഷേ മാളുവിനോട് എനിക്കിഷ്ടം മാത്രമേ ഉള്ളൂ. എനിക്കറിയാം ഗംഗയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാ മോള് ഇങ്ങനെ ഓരോന്നോർത്ത് പേടിക്കുന്നത്. മോൾക്ക് ഒരു പേടിയും വേണ്ട. മോളുടെ ഗംഗയെ ഞാൻ പൊന്നുപോലെ തന്നെ നോക്കും. പിന്നെ നിന്റെ ഈ കുഞ്ഞു മനസ്സിൽ വീണ എന്നെക്കുറിച്ചുള്ള തെറ്റായ ചിത്രം മാഞ്ഞു പോകാൻ ഞാനും പ്രാർത്ഥിക്കാം. ഗംഗയെ ഞാൻ ഇറങ്ങാം. നിങ്ങൾ സംസാരിച്ചിരിക്കുക. ശരി. കണ്ടോ, മോൾ അങ്കിളിനെ തെറ്റിദ്ധരിച്ചാണെങ്കിൽ അത് വലിയ തെറ്റല്ലേ? തെറ്റ് ചെയ്യാത്ത ആരെയും ശിക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല മോളെ. എന്തൊക്കെ പറഞ്ഞാലും അയാൾ കള്ളനാ. അതാ എന്റെ വിശ്വാസം. അത് സത്യമോ? മാളു, വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനാണ് പെട്ടെന്ന് ഇവിടെ വരാൻ പറഞ്ഞത്. വീട്ടിൽ വെച്ച് ഗൗരിയുടെ ആത്മാവിനെ ഉച്ചാടനം ചെയ്യാൻ നടത്തിയ പൂജ പരാജയപ്പെട്ടതോടെ അവൾ കൂടുതൽ ശക്തി ആർജിച്ചിരിക്കുകയാണ്. ഇനി ഗൗരിയുടെ ലക്ഷ്യം ശ്രേയയാണ്. മഹേട്ടനുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് ഗൗരിയുടെ ആദ്യത്തെ ലക്ഷ്യം ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം. അവളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനും അവൾ എന്നെ തൊടാതിരിക്കാനും വേണ്ടിയാ ദേവി ആന്റി എനിക്ക് ഈ രക്ഷാമോതിരം കൊണ്ട് തന്നത്. ഇനി ഈ രക്ഷാമോതിരം കൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാവില്ല ശ്രേയെ. അതെന്താ ഗുരുമ്മേ? ഈ മോതിരം ഉണ്ടെങ്കിൽ ഗൗരിക്ക് എന്നെ തൊടാനാവില്ലെന്നല്ലേ പറഞ്ഞത്? ഈ മോതിരം ഇട്ട ശേഷം ഗൗരി പിന്നെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഈ മോതിരം നിന്നിൽ ഒരു രക്ഷാ കവചം തീർത്തിരുന്നു. അത് ഭേദിച്ച് നിന്നെ തൊടാനുള്ള ശക്തി ഗൗരിക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ അന്ന് നടത്തിയ പൂജയിൽ നിന്ന് ഗൗരി രക്ഷപ്പെട്ടതോടെ അവളുടെ ശക്തി നമ്മുടെ എല്ലാം ചിന്തകൾക്കും അതീതമായി അധികരിച്ചിരിക്കുന്നു. അപ്പോ അവളിനി എന്നെ ഉപദ്രവിക്കുമല്ലേ ഗുരുമ്മേ? അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതറിയിക്കാനാണ് ഞാൻ ഫോൺ ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ പറഞ്ഞത്. ഞാൻ ഇനി എന്ത് ചെയ്യും ഗുരുമ്മേ? ഗൗരി എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ ഈ മോതിരത്തിനേക്കാൾ ശക്തിയുള്ള എന്തെങ്കിലും ഒരു രക്ഷാകവചം എനിക്കുണ്ടാക്കി തരാമോ? ഇനി രക്ഷാ കവചം കൊണ്ടൊന്നും കാര്യമുണ്ടാവില്ല.
ഗൗരിയുടെ ലക്ഷ്യം നേടാൻ അവൾ ഏത് രൂപത്തിലും നിങ്ങളെ ആക്രമിച്ചിരിക്കും. രൂപം മാറുമെന്നോ? അതെ, രൂപം മാറാനുള്ള ശക്തിയും അവൾക്ക് കിട്ടിക്കഴിഞ്ഞു. അത് ശരിയാ. അവൾ എന്നെ കൊല്ലാൻ ആ രീതിയിലൊരു ശ്രമം നടത്തി കഴിഞ്ഞു. അപ്പോ ഗൗരി നിന്നെ കൊല്ലാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നീ വളരെ സൂക്ഷിക്കണം. പല രൂപത്തിലും ഗൗരി നിന്നെ ആക്രമിച്ചേക്കാം. അവൾ ഉഗ്രരൂപിണിയാവും മുൻപ് അവളെ തളച്ചേ പറ്റൂ. ഇനി രക്ഷാകവചം കൊണ്ടൊന്നും കാര്യമുണ്ടാവില്ല. ഗൗരിയുടെ ലക്ഷ്യം നേടാൻ അവൾ ഏത് രൂപത്തിലും നിങ്ങളെ ആക്രമിച്ചിരിക്കും. ഇനി നീ വളരെ സൂക്ഷിക്കണം. പല രൂപത്തിലും ഗൗരി നിന്നെ ആക്രമിച്ചേക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ? എനിക്കറിയില്ല അമ്മേ. അവള് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നെയാ. എന്നെ ഇല്ലാതാക്കാൻ അവൾ എന്തും ചെയ്യും. ഇതിനൊരു പരിഹാരം വേണ്ടേ? അതിനെന്താ വഴിയെന്ന് ഗുരുവമ്മ പറഞ്ഞില്ലേ? പരിഹാരം എന്ന് പറഞ്ഞ് സമയം കളഞ്ഞാ ആ ഗൗരി എന്നെ പടമാക്കും അമ്മേ. അത് ശരിയാ. നിന്നെ മാത്രമല്ല, അവൾ എന്നെ വെറുതെ വിടില്ല. എനിക്ക് ഉറപ്പാ അത്. ഇനി എന്തെങ്കിലും പൂജ ചെയ്ത് അവളെ തളയ്ക്കാമെന്ന് വെച്ചാ ആ മഹി പൂജയ്ക്ക് സമ്മതിക്കയില്ല. അതെ, എനിക്കാണെങ്കി ആലോചിച്ചിട്ട് പേടിയാവുക. മനുഷ്യനായിരുന്നെങ്കിൽ വല്ല കൊട്ടേഷനും കൊടുക്കായിരുന്നു. ഇതിപ്പോ പ്രേതമായി പോയില്ലേ? അതെ, ജീവിച്ചിരുന്ന കാലത്ത് ആ നാശത്തെ കൊണ്ട് നമുക്ക് ശല്യമായിരുന്നു. ഇപ്പൊ മരിച്ചിട്ടും മാറ്റമില്ല. ചത്തുപോയപ്പോ അതോടെ രക്ഷപ്പെട്ടല്ലോ ശല്യം എന്ന് വിചാരിച്ചതാ. ദേ, പ്രേതമായിട്ട് വന്നിരിക്കുന്നു. എന്റെ അമ്മ ഒന്ന് പതുക്കെ പറയും. അവൾക്ക് രൂപം മാറാനൊക്കെ പറ്റുമെന്നല്ലേ ഗുരുമ്മ പറഞ്ഞത്? ചിലപ്പോ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ? അതെ, ഇതിപ്പോ വല്ലാത്ത ധർമ്മസങ്കടത്തിലായല്ലോ. വല്ല കടമറ്റത്ത് കത്തനാരും ഉണ്ടായിരുന്നെങ്കിൽ അവളെ തളപ്പിക്കായിരുന്നു. അമ്മ നടക്കുന്ന കാര്യം വല്ലതും പറ. എനിക്കെന്തായാലും ഇപ്പൊ മരിക്കാൻ വയ്യ. ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതൊക്കെ ചെയ്തു തീർത്തിട്ട് എനിക്ക് പോയാ മതി. പിന്നെ എനിക്കില്ലേ? നിന്നേക്കാളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എനിക്കുണ്ട്. അമ്മേ, ആ പൂച്ച നമ്മളെ തന്നെയല്ലേ നോക്കുന്നേ? ശരിയാ. ഇതേതാ ഈ പൂച്ച? ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. മോളെ, അതിന്റെ നോട്ടം അത്ര പന്തിയല്ലല്ലോ. മോളെ, ഇതവള് തന്നെ. എനിക്ക് ഉറപ്പാ. എന്റെ പൂച്ച, നീ വിചാരിക്കുന്ന പോലെ അല്ല. ഞങ്ങള് വെറും പാവങ്ങളാ. ഞങ്ങളൊന്നും ചെയ്യരുത്. അതെ, നിനക്ക് വേണമെങ്കിൽ ഒരു മീൻകടലെ മുഴുവൻ മീനും ഞങ്ങൾ വാങ്ങിത്തരാം. അയ്യോ അമ്മേ, അതിന്റെ നോട്ടം മാത്രമല്ല, മൊത്തത്തില് ശരിയല്ല. അതിന് വേണ്ടത് നമ്മളെയാണെന്ന് തോന്നുന്നു. ഏ, അങ്ങനെയൊക്കെ ആവോ? ഇത് വെറൊരു പൂച്ചയല്ലേ? അല്ല, ഇത് പൂച്ചയല്ല. ഇതേ അവള് തന്നെയാ. അവള് നമ്മളെ കൊല്ലും. ആ ഗുരുമ്മേറ്റ് എന്നോട് പറഞ്ഞതാ അമ്മേ. ഗുരുമ്മ എന്താ പറഞ്ഞേ? ഒന്ന് വ്യക്തമായിട്ട് പറ മോളെ. കൈലാസം വീട്ടിൽ വെച്ച്
ഇനി ഒരു പൂജ ചെയ്ത് അവളെ തളയ്ക്കാനാവില്ലെന്നല്ലേ പറഞ്ഞത്? അതെ ഗുരുവമ്മേ, മഹിയേട്ടൻ അതിനെന്തായാലും സമ്മതിക്കില്ല. കഴിഞ്ഞ പൂജ തന്നെ മഹിയേട്ടൻ നശിപ്പിച്ചതിന് ഗുരുവമ്മേ സാക്ഷിയല്ലേ? അതെ, അന്നത് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഗൗരിയുടെ ആത്മാവിന്റെ ശല്യം എന്നേക്കുമായിട്ട് അവസാനിച്ചേനെ. കഴിഞ്ഞ കാര്യം നമ്മൾ ഇനി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴിയെന്ന് ഗുരുവമ്മ തന്നെ ഒന്ന് പറഞ്ഞതാ. ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഗുരുവമ്മ അല്ലാതെ മറ്റാരുമില്ല. ഇതെന്റെ ജീവന്റെ പ്രശ്നോ. ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ജീവിച്ചു തുടങ്ങും മുമ്പേ വല്ല പ്രേതങ്ങളുടെയും കൈകൊണ്ട് മരിക്കേണ്ടി വരുന്നത് എത്ര കഷ്ടമാ. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഗുരുവമ്മേ. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. എന്നാലും വിധിയെ തടുക്കാൻ ആർക്കും ആവില്ല. ഇത് വിധിയല്ലല്ലോ. ഒരാൾ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ നോക്കുന്നതല്ലേ? ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അന്തകന്റെ ഇച്ഛാശക്തി ശക്തമാണെങ്കിൽ മറ്റേയാൾക്ക് മരിക്കാതെ വേറെ വഴിയില്ല. പണ്ട് പരീക്ഷിത്ത് രാജാവിനെ കൊല്ലുമെന്ന് തക്ഷകൻ ശപഥമെടുത്തപ്പോൾ 7 കടലുകൾക്കപ്പുറത്ത് ശക്തമായ കാവലിൽ ഒരു ഈച്ച പോലും കടന്നു വരാൻ അനുവദിക്കാതെ സുരക്ഷിതനായിരുന്ന മഹാരാജാവിനെ ഒരു പഴത്തിലെ പുഴുവിന്റെ രൂപത്തിലെത്തി തക്ഷകൻ വധിച്ചു. അപ്പോ എന്നെ ഗൗരി കൊല്ലൂന്ന് ഉറപ്പാണോ ഗുരുവമ്മേ? സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവൾ നരിയായും പുലിയായും സർപ്പമായും എന്തിന് ഒരു പുഴുവായി കൂടി നിന്നിലേക്ക് എത്തിച്ചേരും. അവിടെ രക്ഷാമോതിരമോ വളയമോ ഒന്നിനും ഗൗരിയെ തടഞ്ഞു നിർത്താൻ ആവില്ല. ഒന്നിനും അവളെ തടയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ സൂക്ഷിച്ചിട്ട് എന്താ കാര്യം? അവളുടെ മുന്നിൽ പോയി നിന്നിട്ട് എന്നെ വന്ന് കൊന്നിട്ട് പോവാൻ പറഞ്ഞ പോരെ? അത്ര പെട്ടെന്നൊന്നും ഗൗരി നിന്നെ കൊല്ലില്ല. അതെന്താ? ഇതവൾ ആസ്വദിക്കും. എലിയെ പിടികൂടിയ പൂച്ച അത് ആസ്വദിക്കുന്നത് കണ്ടിട്ടില്ലേ? മണിക്കൂറുകളോളം എലിയെ ഇട്ട് തട്ടിക്കളിക്കും. പ്രാണവേദനയോടെ എലി രക്ഷപ്പെടാൻ നോക്കുന്നത് അത് ആസ്വദിക്കും. ഒടുവിൽ പൂച്ചയ്ക്ക് കളി മടുക്കുമ്പോൾ എലിയെ കൊല്ലും. ഗൗരി ഇപ്പൊ സൈക്കോ ആയോ? എന്നെ അവള് എലിയെ തട്ടിക്കളിക്കും പോലെ തട്ടിക്കളിക്കോ? അവൾ അതിനപ്പുറവും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധ വേണം നിനക്ക്. കഴിവതും അവളുടെ കയ്യിൽ ചെന്ന് പെടാതെ സൂക്ഷിക്കുക. അങ്ങനെ ഗുരുവമ്മ പറഞ്ഞത്. ഇത് അവള് തന്നെയാ. ഓടിക്കും മോളെ. അമ്മേ, ഞാനും വരുന്നു. അവിടെ നിൽക്കാൻ ഇങ്ങോട്ട് വാ. ഓടി വാ. അയ്യോ, നമ്മള് കറങ്ങി ഇവിടെ തന്നെ വന്നു. താഴേക്ക് പോകാൻ ഈ ഡോർ വഴിയല്ലേ പറ്റൂ. വാ, നമുക്ക് സൂക്ഷിച്ചു പോവാം. ഇവക്ക് നാണോ ഇല്ലേ? ചത്തിട്ടും ആൾക്കാരുടെ പിറകെ നടക്കാൻ. എവിടെങ്കിലും പോയി ഇരുന്നൂടെ? യക്ഷികളുടെ മാനക്കളെ പോയി വല്ല പാലയിലോ പനയിലോ ഇരിക്കടി ഗൗരി. അമ്മേ, അവൾ ഇവിടെ എവിടെയെങ്കിലും നിന്ന് കേക്കും. അമ്മേ, ദേ ഒന്ന് മിണ്ടാതിരിക്കെ. നീയൊക്കെ എത്ര ഓടിയിട്ട് ഒരു കാര്യമില്ല. എവിടെ പോയാലും ഞാൻ നിന്റെയൊക്കെ പുറകെ തന്നെ കാണാം. താഴേക്ക് പോവാം. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ. അമ്മേ, അയ്യോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അയ്യോ, 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 രക്ഷിക്കണം മോളെ. രക്ഷിക്കൂ. ഇവിടെ ആരുമില്ലേ? നാത്തൂനെ, ഓടി
നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. എന്നെ താഴെ ഇറക്ക് ഗൗരി. എനിക്ക് മോളിൽ നിൽക്കാൻ പേടിയാ. അയ്യോ രക്ഷിക്കണേ. താഴേക്ക് നോക്കിയിട്ട് എനിക്ക് പേടിയാവുന്ന പൊന്നു ഗൗരി. പ്ലീസ് ഗൗരി, ഞാൻ നിന്റെ കാല് പിടിക്കാം. അയ്യോ നടുവേ. എന്റെ നടുവേ.